ഫ്രീ ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാലേ, കഴിഞ്ഞ ഡ്രൈവിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടപ്പം കുറേ പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സംശയങ്ങൾ. അപ്പം അതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അല്ലെ എനിക്കറിയാവുന്ന രീതിയിലോ മറുപടി പറയാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പ്രധാനമായിട്ടും കുറേ പേര് ചോദിച്ചത് ചെരുപ്പിട്ടുകൊണ്ട് വണ്ടി ഓടിക്കുന്ന കേസ്, പിന്നെ ഹാഫ് ക്ലച്ചിനെ കുറിച്ചൊക്കെയാണ്. അപ്പം അതൊന്ന് ദൂരീകരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണേ. ഇതില് പിന്നെ ഈ ചെരുപ്പിട്ട് ഓടിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ, ഞാനും പഠിക്കുന്ന സമയത്ത് ചെരുപ്പില്ലാതെ തന്നെ ഓടിച്ചു തുടങ്ങിയത്. അപ്പൊ നമുക്ക് ചെരുപ്പിടാതെ ഓടിക്കുമ്പോഴേ അതിനകത്ത് ടച്ച് ചെയ്തത് ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റൂ. അല്ലാതെ അപ്പം എനിക്ക് അപ്പൊ ഇടയ്ക്കൊന്ന് ഞാൻ ചെരുപ്പിട്ട് നോക്കിയിട്ട് എനിക്ക് ഒരു കണക്ക് പറ്റുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്ത് പിന്നെ ഞാൻ മാറ്റിയിട്ടിരുന്നത്. പിന്നെ ഏതോ ഒരു സമയത്ത് ഷൂ ഇട്ട് ഓടിക്കേണ്ടി വന്നു. ജീൻസ് ഇട്ട സമയത്താണ് തോന്നുന്നു ഷൂ ഇട്ട് ഓടിച്ചപ്പം പിന്നെ അത് ഊരി മാറ്റിയില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ആ ഒരു ട്രിപ്പ് ഒരു 10-15 കിലോമീറ്റർ അങ്ങനെ ചെരുപ്പിട്ട് അല്ലെ ഷൂ ഇട്ട് നമ്മൾ അങ്ങ് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് അങ്ങ് റെഡി ആയിപ്പോ. അങ്ങനെ ഞാൻ പിന്നെ ചെരുപ്പിട്ട് മാറിയത്. അതിന് മുന്നേ ചെരുപ്പില്ലാതെ തന്നെ ആയിരുന്നു ഞാൻ ഓടിച്ചോണ്ടിരുന്നത്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുവിധം ഡ്രൈവിംഗ് സ്കൂളുകളിലെല്ലാം മിക്കവാറും ഉള്ളവരെല്ലാം ചെരുപ്പ് ഊരിയിട്ട് തന്നെ ഓടിക്കുന്നത്. അത് ലേഡീസ് മിക്കവാറും, ജെന്റ്സ് പിന്നെ ചെരുപ്പ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ആ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. പക്ഷെ ചെരുപ്പ് ഇട്ട് ഓടിക്കുന്നതാണ് നല്ലതെന്നാണ് ഇത് രണ്ടും പ്രാക്ടീസ് ചെയ്തുള്ള ആളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. എന്താന്ന് വെച്ചാല്, നമുക്ക് ഈ ഹാഫ് ക്ലച്ച് ചവിട്ടുമ്പോൾ മറ്റേ നമുക്ക് കാല് വേദനിക്കുന്ന പോലെ തോന്നും. അപ്പൊ അത് ഒഴിവാക്കുക. ചെരുപ്പാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഹാഫ് ക്ലച്ച് അല്ലെ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ, ബ്രേക്ക് ചവിട്ടുമ്പോഴൊക്കെ കുറച്ചുകൂടെ കംഫർട്ട് നമുക്ക് ചെരുപ്പിട്ട് ചവിട്ടിയാൽ കിട്ടും. പിന്നെ വേറൊരു കേസ്, അതൊരു പ്രധാന കേസാണ്. ഈ ചെരുപ്പ് നമ്മൾ ഊരിയിട്ടിട്ടിരിക്കുമ്പോൾ പ്രശ്നം അറിയാതെ നമ്മുടെ കാല് തട്ടി ഇത് ക്ലച്ച് ലിവറിൻ്റെതോ ബ്രേക്ക് ലിവറിന്റെ ഒക്കെ ഇടയ്ക്ക് കയറി ജാം ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. പിന്നെ നമുക്ക് പിന്നെ ക്ലച്ചും ബ്രേക്കും ഒക്കെ കറക്റ്റ് സമയത്ത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ചെരുപ്പിട്ട് ഓടിക്കുന്നതന്നെയാണ് നല്ലത്. പക്ഷെ ഇന്ന് ഞാൻ ഹാഫ് ക്ലച്ച് നിങ്ങളെ കാണിച്ചു തരാൻ നേരം തീർച്ചയായിട്ടും ചെരുപ്പില്ലാതെ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. കാരണം ഒത്തിരി പേര് അത് ചോദിച്ചില്ല, ലിവർ അമർത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ചെരുപ്പില്ലാതെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഹാഫ് ക്ലച്ചിന്റെ തന്നെ തുടങ്ങാം. ഹാഫ് ക്ലച്ചില് ഞാൻ പഠിച്ചതും ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതല്ലാതെ വേറൊരു ചെറിയ ട്രിക്ക് കൂടെ ഉണ്ട്. സത്യത്തില് ഞാനത് സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും ഒട്ടും പറ്റാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാമല്ലോ എന്നോർത്ത് അതും പറയാം. ശ്രദ്ധിക്കേണ്ട ഈ ലിവറിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണെന്നുള്ളത് എന്താണെന്നുള്ളതും. ഇത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ഇതിപ്പം നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട്, ഇതിപ്പം വെച്ചാൽ നമ്മൾ സമതലത്ത് ഏകദേശം നിർത്തിയിട്ടിരിക്കുന്നതാണ്. ജസ്റ്റ് മൂവ്മെന്റിന് വേണ്ടി കാണിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് ബ്രേക്കിൽ കാല് വെക്കേണ്ട കാര്യമില്ല, ഞാൻ മാറ്റി വെച്ചിരിക്കുക. ആ സമയത്ത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ആദ്യം നമ്മൾ കാണിക്കാം. ഫുള്ള് ക്ലച്ച് ചവിട്ടി, ഞാൻ ഫുള്ള് ചവിട്ടുമ്പോൾ എപ്പോഴും ഉപ്പൂറ്റി ഇങ്ങനെ പൊക്കിയിട്ടാണ് ചവിട്ടുന്നത്. അപ്പൊ എനിക്ക് കൂടുതൽ പ്രഷർ കൊടുക്കാൻ പറ്റും. അതേസമയം ഞാൻ ചെരുപ്പിട്ട് ചവിട്ടുകയാണെങ്കിൽ എനിക്ക് ഇത്രയും കാര്യമില്ല. അപ്പൊ ഉപ്പൂറ്റി നമുക്കിവിടെ തറയിൽ വെക്കാം. എന്നിട്ട് ഇതേ പതുക്കെ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. അത് ബ്രേക്ക് ആകുമ്പോൾ ആക്സിലേറ്റർ ആകുമ്പോൾ എല്ലാം അങ്ങനെ തന്നെയാണ്. ആ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഞാൻ ഫുള്ള് കൊടുത്തു. എന്നിട്ട് നേരെ എന്താ ഫസ്റ്റ് ഗിയർ ഇട്ടു. ക്ലച്ച് ചവിട്ടിയിട്ടാണ് ഗിയർ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ കഴിഞ്ഞതിനകത്തും പറഞ്ഞാണ് ഫുള്ള് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ ഇടാവുള്ളൂ. ഫസ്റ്റ് ഗിയർ ഇട്ടു. എന്നിട്ട് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നേരെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ എന്നാലും ബ്രേക്കിൽ ജസ്റ്റ് കാല് പ്രസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ക്ലച്ച് ഇങ്ങനെ പതുക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ മൂവ്മെന്റ്. കാലിന് പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ചെറിയ സൗണ്ട് വ്യത്യാസം വരും. വണ്ടി ഫ്രണ്ടിലോട്ട് പോവാൻ തുടങ്ങും. ഞാൻ ബ്രേക്ക് ചവിട്ടിയേക്കുന്നതുകൊണ്ട് പോവാത്തതാണ്. അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് മൂവ് ആവും. കണ്ടോ? ഇതാണ് ഹാഫ് ക്ലച്ച്. ഈ മൂവ് ആവുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് പോകും. ഇത് നിരപ്പായ സ്ഥലം. ഇതിന് കയറ്റത്തോ ഇറക്കത്തോ ആണെങ്കിൽ ഇത് തന്നെ. ഈ ഒരു സൗണ്ട് വ്യത്യാസം വരുമ്പോൾ ഒരിക്കലും ഫ്രണ്ടിലോട്ട് വണ്ടി മൂവ് ആകത്തില്ല. കാരണം ഇത് കയറ്റത്ത് നിൽക്കുവാണല്ലോ. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും, വണ്ടിക്ക് ഒരു ചെറിയ സൗണ്ട് വ്യത്യാസവും നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യുന്നില്ലേ പോലും. ആ സമയത്ത് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി പോകും. ഇങ്ങനെ ഇതിന് വലിയ ഒരു പ്രശ്നമില്ല. താഴോട്ട് വണ്ടി ഉരുണ്ടു പോകുമെന്നോ ബാക്കിലുള്ള വണ്ടി പോയി ഇടിക്കുന്നു ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. വണ്ടി അങ്ങനെ പോകില്ല, 100% പോകില്ല. അങ്ങനെയാണ് എന്റെ സിസ്റ്റം, എന്റെ മെക്കാനിസം ആ രീതിയിൽ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ എടുക്കുക, ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് വണ്ടി പോകും.
ഇത് ഹാഫ് ക്ലച്ചിന് നോർമൽ ഇന്ന് എല്ലാവരും അവലംബിക്കുന്ന രീതി ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള രീതി. ഇനി ഞാൻ പറയുന്നത് ഒരു ട്രിക്കാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല, ഇത് പേടിയാണ് എന്നുണ്ടെങ്കിൽ, ഈ രീതി പേടിക്കുന്ന ഇത് പഠിക്കാനുള്ള ഒരു മാർഗമാണ്. എങ്ങനെ പഠിക്കാം? അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ വേണ്ടേ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടു, ഇപ്പൊ ഇത് ക്ലച്ച് വന്ന് ഇതിനിപ്പോ ന്യൂട്രലാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഇതെടുക്കുക, വണ്ടി ഓണാക്കുക. വണ്ടി ഓണാക്കി കഴിഞ്ഞ് ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്, എല്ലാം നോർമൽ രീതിയിൽ ഇരിക്കുകയാണ്. നോർമൽ രീതിയിൽ ഇപ്പൊ എന്താ എല്ലാ ലിവേഴ്സും അതുപോലെ തന്നെ ഉണ്ട്, കാല് നമ്മൾ മാറ്റി വെച്ച് ഇപ്പൊ നോർമൽ രീതിയിൽ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ഫുള്ള് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഇട്ടു. എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ റിലീസ് ചെയ്യരുത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാതെ അത് അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾ കാല് പതുക്കെ മൂവ് ചെയ്യണം. പതുക്കെ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഏത് വണ്ടിയാലും കണ്ട സൗണ്ട് വ്യത്യാസം വണ്ടിക്കുണ്ടോ? വണ്ടി കുതിക്കാൻ തോന്നുന്ന പോലെ വണ്ടി ഒന്ന് പൊങ്ങും. താഴ്ന്നു കിടക്കുന്ന വണ്ടി ഒന്ന് പൊങ്ങും. നമുക്ക് ഇപ്പൊ അത് പൊങ്ങുന്ന സ്റ്റേജിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവും അത്. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ വണ്ടിയിൽ ഏതുവരെ ഇങ്ങനെ കാല് റിലീസ് ചെയ്താൽ വണ്ടി മൂവ് ആകും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. നമുക്കിത് പഠിക്കുന്ന സമയത്ത് കണ്ടോ വണ്ടി പൊങ്ങി താന്ന് എന്നുള്ള ആ വ്യത്യാസം നിങ്ങൾ കേൾക്കുന്നുണ്ട്, സൗണ്ട് വ്യത്യാസം നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ചെയ്താല് സുഖമായിട്ട് നമുക്കിത് പഠിക്കാം. ഇത് എത്രത്തോളം മൂവ് ചെയ്താൽ വണ്ടി ഫ്രണ്ടിലോട്ട് പോകുന്നില്ല. അപ്പോഴും ഇത് ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും വണ്ടി പുറകോട്ടോ ഫ്രണ്ടിലോട്ടോ പോകില്ല. ഇനി നമ്മൾ അങ്ങനെ കാലെടുത്ത് നമുക്ക് മൂവ് ആയുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാം. ആ കാലെടുത്ത് മൂവ് ആന്ന് തോന്നിയ സമയത്ത് നമ്മൾ ആക്സിലേറ്റർ സൗണ്ട് കണ്ടോ? സൗണ്ട് ആ സമയത്ത് ആക്സിലേറ്റർ കൊടുത്താൽ ഒരിക്കലും പോകത്തില്ല. എന്നിട്ട് നമ്മളിത് പതുക്കെ ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യണം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് മുന്നോട്ട് പോകും. കണ്ടോ? ഞാനിപ്പോ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിൽ ചവിട്ടി നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പതുക്കെ. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇതൊരു ട്രിക്ക് ആണെങ്കിലും എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇത്. അല്ലാത്തവര് പഠിക്കുമ്പോൾ വളരെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കേസ്. കാരണം ആക്സിലേറ്റർ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പോയി ഇടിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഞാൻ ഒരിക്കലും ആക്സിലേറ്റർ കൊടുക്കാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ഇത് പഠിക്കാൻ നല്ലതാ. കാരണം ഈ ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാൻ ഞാൻ പറയില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് തന്നെ ഇതിങ്ങനെ പതുക്കെ നോക്കി എത്രത്തോളം മൂവ്മെന്റ് പറ്റും, എത്ര ഹാഫ് ക്ലച്ച് വരെ, സൗണ്ട് വ്യത്യാസം എപ്പോൾ വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ നല്ലോണം പറ്റും. അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നതല്ല. പക്ഷെ ഇത് കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മുടെ ഗിയർ ബോക്സിനും ക്ലച്ചിന്റെ ഇതിനൊക്കെ കംപ്ലൈന്റ് ആവുമോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ഞാൻ സജസ്റ്റ് ചെയ്യാത്തത്. നിങ്ങൾക്ക് മറ്റേത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ സജസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ ഇങ്ങനൊരു കേസ്. അപ്പം ബാക്കി ഒന്ന് രണ്ട് ഡൗട്ട്സ് നമുക്ക് വണ്ടി ഓടിച്ചോണ്ട് ഞാൻ ബാക്കി ക്ലിയർ ചെയ്യാം. അപ്പൊ നമുക്ക് വണ്ടി കുറച്ച് മുന്നോട്ട് എടുക്കാം. അപ്പം ക്ലച്ച് ഫുള്ള് ചവിട്ടി ഗിയർ ഇട്ടു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് പതുക്കെ ഇൻഡിക്കേറ്റർ ഇട്ട്, റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ റൈറ്റിലോട്ട് തിരിയാണ്. തിരിഞ്ഞ് വണ്ടി മൂവായി കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ടു. എപ്പോഴും ചെറിയ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ ആണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. സെക്കൻഡ് ഗിയർ ഇട്ടു. സെക്കൻഡ് ഗിയർ ഇട്ട് ഹമ്പൊക്കെ വരുമ്പോൾ എന്തായാലും മാക്സിമം സെക്കൻഡ് ഗിയറിൽ തന്നെ പോവാം. പിന്നെ വണ്ടി കുറച്ചുകൂടെ സ്പീഡ് ആകുമ്പോൾ നമ്മൾ തേർഡാക്കി. എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, ഗിയർ മാറി കഴിഞ്ഞ് ചാടി നമ്മൾ എപ്പോഴും ഈ ക്ലച്ചിൽ നിന്ന് കാലെടുക്കരുത്. ഒന്ന് പതുക്കെ എടുക്കുക. പതുക്കെ എടുത്തിട്ട് മാക്സിമം കാല് അതിൽ നിന്ന് മാറ്റി വെക്കുക. ഞാൻ കുറെ പേരിൽ കണ്ടിട്ടുണ്ട് എപ്പോഴും ക്ലച്ചിനകത്ത് കാല് താങ്ങി റൈഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ക്ലച്ചിനൊക്കെ നമുക്ക് കംപ്ലൈന്റ് ഉണ്ടാകും. കുറെ എന്തായാലും ഒരു 75,000 അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ ക്ലച്ച് ബോക്സിനൊക്കെ കംപ്ലൈന്റ് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലച്ച് അനാവശ്യമായി അങ്ങനെ താങ്ങരുത്. പിന്നെ നമ്മൾ ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ നല്ല സ്പീഡിൽ പോവാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടി നിങ്ങൾ നിർത്തണം. നിർത്തുന്നതിന്റെ കൂടെ ചെറുതായിട്ടൊന്ന് ക്ലച്ചൂടെ സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അത് നല്ല വളവ് വരുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ നിന്ന് നിർത്താൻ പോകുന്ന സമയത്ത് എപ്പോഴും ആ ക്ലച്ചിന്റെ സപ്പോർട്ടൂടെ നല്ലതായിരിക്കും അത്. ക്ലച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ പിന്നെ സംശയങ്ങൾ ചോദിച്ചാൽ എനിക്കറിയാവുന്നതാണ്, ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരാം. ചോദിച്ചതെല്ലാം ഒരുവിധം ഞാൻ കവർ ചെയ്തു എന്ന് തോന്നുന്നു. എല്ലാം ഏകദേശം ഓൾമോസ്റ്റ് 90% കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിച്ചിട്ട് ആരും ഡ്രൈവ് ചെയ്യാതിരിക്കരുത്. വളരെ സിമ്പിൾ ആണ്. ഒരു 5 വട്ടം എടുത്ത് പഠിച്ചാൽ തന്നെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും നല്ലോണം ഓടിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് വീണ്ടും കാണാം. ബൈ.